എൻ്റെ വലിയ സാക്ഷ്യമാണ് കർത്താവ് ചെയ്യുന്ന വലിയ അനുഗ്രഹം. കാരണം 2018 ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന അത് ഇത്രയും വെള്ളം വന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടി എൻ്റെ വൈഫ് വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു ഭവനം തന്നു. അതൊരു കുറച്ച് ഉയരത്തിലാണ്. കർത്താവ് ഞങ്ങൾക്ക് തന്നത് ഈ കുഴിയിൽ നിങ്ങൾ വെള്ളത്തിൽ കിടന്ന് വീണ്ടും വെള്ളത്തിലേക്ക് പോകാനല്ല എന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പെട്ടെന്ന് വെള്ളം തുറന്ന് 30-40 ഇഞ്ചാണ് സാധാരണ പീച്ച് ഡാം തുറക്കാറുള്ളൂ. ഈ പ്രാവശ്യം അത് 27 ഇഞ്ച് പൊക്കി കഴിഞ്ഞപ്പോൾ വെള്ളം കയറി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ താഴത്ത് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കടയിൽ നിൽക്കുമ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറില്ല, വെള്ളം വരില്ല, നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാനൊരു 6-6:30 ആയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെല്ലുമ്പോൾ ആൾ തുണിയൊക്കെ കെട്ടിയിട്ട് മോളിൽ കയറ്റി വയ്ക്കാൻ. ഞാൻ പറഞ്ഞു നീ ഇന്ന് മോളിൽ കയറ്റി വയ്ക്കണ്ട, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, യേശു നമ്മുടെ കൂടെ ഉണ്ട്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ 8 മണിക്ക് എണിച്ച് നോക്കിയപ്പോൾ വെള്ളം കുറഞ്ഞു. 10 മണിക്ക് വീണ്ടും എണിച്ച് നോക്കിയപ്പോൾ വീണ്ടും വെള്ളം കുറഞ്ഞു. 1 മണിക്ക് ഞങ്ങൾ വീണ്ടും എണിച്ച് നോക്കിയപ്പോൾ വെള്ളം ഞങ്ങളുടെ റോട്ടിലില്ല. ആ മതിലിൻ്റെ അവിടെ നിങ്ങോട്ട് ഞങ്ങൾക്ക് വെള്ളം കയറിയില്ല. കർത്താവ് നമ്മളെ കരുതുന്നവനാണ്, വലിയ കരുതലാണ്. കർത്താവ് ഇന്ന് ഞങ്ങളെ കരുതിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന വിഷയം പറഞ്ഞിരുന്നു. അതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും പാസ്റ്റർക്കും സിസ്റ്റർക്കും എല്ലാവർക്കും ഞങ്ങൾ ഈ സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. ആമേൻ, ആമേൻ.